നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 2024 നാടെങ്ങും ആഘോഷപൂർവ്വമാണ് വരവേറ്റത്. കലയപുരം ആശ്രയ സങ്കേതത്തിൽ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ നവോദയം 2024 ഇന്നലെ വൈകിട്ടോടെ നടത്തുകയുണ്ടായി. കൊല്ലം കൊട്ടാരക്കര ഭദ്രാസനം CSI ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജ് ഈ വർഷത്തെ പുതുവത്സര സന്ദേശം അറിയിച്ചു. കലയപുരം ആശ്രയ ജനറൽ സെക്രട്ടറി കലയപുരം ജോസ് സ്വാഗത പ്രസംഗം നിർവഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. ആശ്രയ എന്ന സ്ഥാപനം ആരംഭിക്കുന്നതിനും ഏകദേശം 10 വർഷം മുമ്പേ ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ സൗഹൃദം തുടങ്ങുമ്പോൾ അദ്ദേഹം വിവാഹിതനല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ നാട്ടുകാരില്ല. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ കാലത്ത് അങ്ങനൊരു ബന്ധമില്ല. പിന്നീടാണ് വിവാഹിതനാകുന്നത്. ഏതാണ്ട് 1980 ശേഷം, എനിക്ക് തോന്നുന്നു 82 കാലം മുതൽ ഞങ്ങൾ തമ്മിൽ പരിചയമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അന്ന് മുതലേ ശ്രീ കലയപുരം ജോസിൻ്റെ വീട്ടിൽ വരികയും ഈ കുടുംബവുമായും വ്യക്തിപരമായും ഒക്കെ സൗഹൃദം നിലനിർത്തിയിട്ടുണ്ട്. പിന്നീട് ഏകദേശം 10 വർഷത്തിന് ശേഷമാണ് ആശ്രയ എന്ന ഈ സ്ഥാപനം പടിപടിയായി ഉയർന്നു വരുന്നത്. ഇന്ന് കലയപുരം അറിയപ്പെടുന്നത് ആശ്രയയുടെ പേരിലാണ്, ശ്രീ കലയപുരം ജോസിൻ്റെ പേരിലാണ്. ഇന്ന് ഈ നാട്ടിൽ എവിടെ ചെന്ന് കലയപുരം എന്ന് പറഞ്ഞാലും ആളുകൾ തിരിച്ചു ചോദിക്കും, കലയപുരം ജോസിൻ്റെ സ്ഥലമല്ലേ, ആശ്രയയുടെ സ്ഥലമല്ലേ? അത്രയ്ക്കും മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു മഹാപ്രസ്ഥാനമായി ഇന്ന് ആശ്രയം. അത് ശ്രീ കലയപുരം ജോസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ജീവകാരുണ്യപരമായ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഒട്ടേറെ വൈകാരികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് ഈ സ്ഥാപനം കടന്നുപോയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഒരുപാട് പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ഈ സ്ഥാപനത്തിന് പലപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. ആ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് നാടറിയുന്നൊരു മഹാപ്രസ്ഥാനമായി ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ ശ്രീ കലയപുരം ജോസും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ടീമും വഹിച്ചിട്ടുള്ള പങ്ക് നിഷ്ഠിതരാണ്. ദൈവത്തിൻ്റെ മക്കളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അനേകം ആളുകളെ അവരുടെ സംരക്ഷണ കേന്ദ്രമായി ആശ്രയം മാറുകയാണ്. കലയപുരം ആശ്രയം മാത്രമല്ല, ഇതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധിയാണ്. അങ്ങനെ ഒരുപക്ഷെ മറ്റൊരിടത്തു നിന്നും പിന്തുണ കിട്ടാത്തവരെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ സ്ഥാപനം അഗതികളെ സഹായിക്കുന്ന, അനാഥകളെ സഹായിക്കുന്ന, രോഗികളെ സഹായിക്കുന്ന, എല്ലാവിധ നിലയിലുള്ള അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഈ സ്ഥാപനം, അതിനുവേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. നമ്മൾ ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഉത്ഭവിച്ചവരാണ്. നമ്മൾ ഏകോദര സഹോദരങ്ങളാണ്. ആദം ഹവ്വ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല? ആദിമ പിതാവ്, അവരുടെ മക്കളാണ് നമ്മൾ, അതിൻ്റെ ശാഖകളാണ്. നമ്മളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി 1,00,000-ൽ പരം പ്രവാചകന്മാരെ സൃഷ്ടാവ് നിയോഗിച്ചിട്ടുണ്ട്. ആദ്യം ആദം ഹവ്വ എന്ന് നമ്മൾ കേട്ടു, അദ്ദേഹം പ്രവാചകനാണ്. അതിനെ തുടർന്ന് 1,00,000-ൽ പരം പ്രവാചകന്മാരെ ഈ ലോകത്ത് മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവ് അയച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രവാചകന്മാരാണ് ദാവൂദ് നബി, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് നബി. 4 പ്രധാന ഗ്രന്ഥങ്ങളുണ്ട്. വേറെ അതൊക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് 4ആണ്. സബൂർ, ഇഞ്ചീൽ, ഫുർഖാൻ. അവർക്കാണ് വേദം നൽകിയിട്ടുള്ളത്. അങ്ങനെ ആദ്യമേ സൃഷ്ടിച്ചതും തന്നെ പ്രവാചകനാണ്. അവിടെ മുതൽ ഇങ്ങേയറ്റം വരെ ഗ്രന്ഥം നൽകുന്ന 4 പ്രവാചകന്മാരാണ് നമുക്ക് മനസ്സിലാക്കണം. ദാവൂദ് നബി, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് നബി. ബഹുമാനപ്പെട്ട ദാവൂദ് നബിയുടെയും മൂസാ നബിയുടെയൊക്കെ കാലഘട്ടം ശൈശവഘട്ടമായിരുന്നു. ബഹുമാനപ്പെട്ട ഈസാ നബിയുടെയൊക്കെ കാലഘട്ടമാകുമ്പോൾ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് ഉയർന്നു.
മുഹമ്മദ് നബിയുടെ കാലഘട്ടമായപ്പോൾ സമുദായത്തിൽ വളർച്ച പൂർണ്ണമായി. അപ്പോൾ അവസാനത്തെ പ്രവാചകനായിട്ട് മുഹമ്മദ് നബിയായി. ഈ ലോകത്തയച്ച പ്രവാചകന്മാരെ എല്ലാവരെയും നമ്മൾ വിശ്വസിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി, ഈസാ എന്ന് പറഞ്ഞ യേശു ക്രിസ്തു, ഞങ്ങൾ ആ പ്രസംഗത്തിൽ പരമ്പരയായിട്ടൊക്കെ പ്രസംഗിക്കുന്നവരാണ്. ഈസാ നബി എന്ന് പറയുമ്പോൾ സദസ്സിൽ നിന്ന് അലൈഹിസ്സലാം എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. എന്താണ്? അദ്ദേഹത്തിൻ്റെ പേരിൽ സൃഷ്ടാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന്. അദ്ദേഹത്തിൻ്റെ ഈസാ നബി, നമ്മളെ മറ്റുള്ളവർ യേശുക്രിസ്തു എന്ന് പറയും. അവരുടെ പേര് പറയുന്നത് തന്നെ അവർക്ക് പ്രാർത്ഥന നടത്തിക്കൊണ്ടേ പാടുള്ളൂ എന്നാണ് സൃഷ്ടാവ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ കാലഘട്ടമായപ്പോൾ സമുദായത്തിൻ്റെ വളർച്ച പരിപൂർണമായി. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. പ്രവാചകന്മാരുടെ പരമ്പര അവസാനിച്ചു. 1,04,000 പ്രവാചകന്മാർ പ്രധാനം ഗ്രന്ഥം നൽകിയത്, അവരെയൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഈസാ നബിയെ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാനൊരു മുസൽമാനല്ല. അതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കണം, അവിടെ ഗേദഗന്ധങ്ങളിൽ വിശ്വസിക്കണം. അതുകൊണ്ട് നമ്മൾ ഏകോദര സഹോദരങ്ങളാണ്, ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഉത്ഭവിച്ചവരാണ്. അതുകൊണ്ട് നമ്മളുടെ ഇടയിൽ ശത്രുത പാടില്ല, വർഗീയത പാടില്ല. നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഒരു സഹോദരനെ ഉപദ്രവിക്കുന്നാൽ എന്നിൽപ്പെട്ടവനല്ല, എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, ആരെയും അഭിമാനക്ഷതം വരുത്താൻ പാടില്ല. തന്നെപ്പോലെ തൻ്റെ സഹോദരനെ സ്നേഹിക്കണമെന്നാണ്. അയൽക്കാരെ സ്നേഹിക്കണം. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നീ ആഹാരം കഴിക്കൽ നിഷിദ്ധമാണ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂവെങ്കിൽ കുറെ വെള്ളം കൂടുതൽ ചേർത്തെങ്കിലും നിന്റെ അയൽക്കാർക്ക് കൊടുത്ത് നീ സഹായിക്കൂ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയൽക്കാരെ നമ്മൾ സ്നേഹിക്കണം, മറ്റ് സമുദായക്കാരെ സ്നേഹിക്കണം, എല്ലാവരെയും ഒരേ നിലയിൽ നമ്മൾ സ്നേഹിക്കണം. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഇന്ന് വർഗീയത പാടില്ല. നമ്മൾ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളാണ്. ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ആരെയും ആക്ഷേപിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ സഹായിക്കുക. ഇന്ന് ഈ സ്ഥാപനം തന്നെ നടക്കുന്നത് പലരുടെയും സഹായത്താലാണ്. അതിന് വലിയ പ്രത്യേകമുണ്ട്. അസ്സദഖത്തുറദ്ദുൽ ബലാ എന്നാണ്. ധർമ്മം ചെയ്യൽ വിപത്തിനെ തടയുമെന്നാണ്. നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും ദാനധർമ്മം ചെയ്താൽ എന്തെങ്കിലും രോഗം വരാൻ ഉദ്ദേശിച്ചതിനെ തട്ടിക്കളയുമെന്നാണ്. അത്ര പ്രതിഫലം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മളെയൊക്കെ 2023 കാത്തു സൂക്ഷിച്ച് 2024 ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ പ്രവേശിക്കും. കഴിഞ്ഞൊരു വർഷക്കാലം ജോസാർ പറഞ്ഞ പോലെ അത്ഭുതകരമായി വളരെ സ്പീഡിൽ പോയി. പുതിയ വർഷം അതിലും സ്പീഡിൽ പോകും. പക്ഷേ ആ സ്പീഡിൽ പോകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പോകുമ്പോൾ അപകടം പറ്റാതെ ചെന്നെത്താൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ദാനം കൊണ്ടാണ്. ക്രിസ്മസ് സന്ദേശമാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. നിങ്ങളോട് ക്രിസ്മസ് സന്ദേശം പറയേണ്ടത് നിങ്ങളോട് വാക്കിൽ പറയുന്നതിനൊപ്പം നിങ്ങൾക്കൊരു കഷ്ണം കേക്കെങ്കിലും തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ വക ഒരു കഷ്ണം കേക്ക് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പ്രിയമുള്ള ജോസാർ തന്നോളൂ. അത് നിങ്ങൾ കഴിക്കുമ്പോൾ എന്നെ പ്രാർത്ഥനയില്ലെന്ന് ഓർത്തോണം. അത് വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ഈ കാലത്ത് വീട്ടിൽ ഒരാളെ നോക്കാൻ
ആളുകൾക്ക് ഇഷ്ടമില്ല. അപ്പനെ നോക്കാൻ ഇഷ്ടമില്ല, അമ്മയെ നോക്കാൻ ഇഷ്ടമില്ല. അതിൻ്റെ മധ്യത്തിലാണ് കലേവരും ജോസാറും സഹധർമ്മിണിയും 3 മക്കളും കൂടെ ചെയ്യുന്ന ഈ വലിയ പ്രവർത്തനം. 26-ാം തീയതി ക്രിസ്മസ് സന്ദേശത്തിനായി ഞാൻ പത്തനാപുരം ഗാന്ധി ഭവനിൽ ഞാൻ പോയിരുന്നു. ഞാൻ പുനലൂർ സോമശേഖരൻ സാറിനോട് പറഞ്ഞു, സാറേ, എൻ്റെ ഈ കുരിശുമാല ഊരി അങ്ങേക്ക് തരാൻ എൻ്റെ സഭ എന്നെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അങ്ങേക്ക് ഇത് തരാൻ യോഗ്യനാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു കുരിശെന്നെ കാണിച്ചു പോകാൻ നേരത്തെ. സ്നേഹധീരം എന്നൊരു സ്ഥാപനം വിളക്കുടിയിൽ സിസ്റ്റർ നടത്തുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വകയൊരു സ്ഥാപനം കൊല്ലം ചിന്നക്കടയിലുണ്ട്. ഇതെല്ലാം തിരിഞ്ഞും മറിഞ്ഞും സന്ദർശിക്കുന്ന ഒരാളാണ് ഞാൻ. 10,000 ആളുകളുണ്ട് പരിചരണത്തിൽ റെഡിയായിരിക്കുന്നവർ. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെ. കൊല്ലം പട്ടണത്തിൽ 150 പേര് ഭവനമില്ലാതെ ഉറങ്ങുന്നു. കൊല്ലം ഡിസ്ട്രിക്റ്റാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള ഡിസ്ട്രിക്റ്റ്. കൊല്ലം ഡിസ്ട്രിക്റ്റാണ് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപാനമുള്ള ഡിസ്ട്രിക്റ്റ്. ഒരു ബിഷപ്പ് എന്ന നിലയിൽ ഞാനും ഇവിടെ ഇരിക്കുന്ന വൈദികർക്കും ഇത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ മറുപടി പറയേണ്ടിയിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റിനെയും ദൈവം വെറുതെ വിടുകയില്ല. ഇതിനൊക്കെ ഉത്തരവാദി നമ്മൾ മനുഷ്യരെ സ്നേഹിക്കാത്തതുകൊണ്ടല്ലേ? നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ആ ദൈവത്തിൻ്റെ സ്നേഹം പിതാവായ ദൈവം യൂസഫ് അലി കേച്ചേരി എഴുതിയ ഗാനം പോലെ, ക്രിസ്മസ് ഗാനം പോലെ, കരളിലെ ചോര കൊണ്ട് പാരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, അതാണ് ക്രിസ്മസ്. കരളിലെ ചോര കൊണ്ട് പാരിൻ്റെ പാപം കഴുകിക്കളഞ്ഞ ആ ചോര കൊടുക്കാൻ തയ്യാറായ യേശു കർത്താവിൻ്റെ ദിവ്യ സ്നേഹം, യേശു കർത്താവിൻ്റെ ആ ദിവ്യ സ്നേഹം നമ്മൾ കാണിക്കുവാനാണ്. ഞാനും നിങ്ങളും അത് കാണിക്കാനാണ് യേശുവിൻ്റെ ശിഷ്യരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുന്നത്. മതങ്ങളെല്ലാം നല്ലതാണ് പഠിപ്പിക്കുന്നത്. യേശു ഒരു മതമല്ല, യേശു ഒരു മാർഗമാണ്. യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല, യേശു ഒരു സഭയും സ്ഥാപിച്ചിട്ടില്ല. യേശുവിന് സഭയില്ല, മതവുമില്ല. യേശുവിൻ്റെ മാർഗത്തിൽ സ്നേഹമാണ് യേശുവിൻ്റെ മാർഗം. ആ സ്നേഹമെന്ന് പറയുന്നത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ വളരെ പാടാണ്. ഒരു സ്ഥാപനം തുടങ്ങാൻ 2013 മുതൽ ഞാൻ ആഗ്രഹിച്ച് കോട്ടയത്ത് എൻ്റെ വീടിനടുത്ത് എനിക്കുള്ള സ്ഥലത്തിൻ്റെ പകുതി കൊടുത്ത് ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ബിഷപ്പാക്കി കൊല്ലത്തിന് വിട്ടു. അനേകരെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് കുറ്റബോധത്തോടുകൂടിയാണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ മുമ്പേ പറഞ്ഞ പോലെ പ്രത്യാശയില്ലാത്തവർക്കും മദ്യപിക്കുന്ന സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും, നല്ല മനുഷ്യരാണ് മദ്യപിക്കുന്നത്, വീട്ടിൽ വേണ്ടാത്തവരെയും ചേർത്ത് കൊടുത്താൽ ഒരു സ്ഥാപനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓൾഡ് ഏജ് അച്ഛൻ കൊട്ടാരക്കരയിൽ വീട് പണിതിട്ടുണ്ട്, എനിക്ക് തരാമെന്ന് പറഞ്ഞു. വേണേൽ താമസിച്ചോളാൻ പറഞ്ഞു. പിന്നെ അച്ഛന് പ്രയാസമാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, വേണ്ടച്ച. കേരളത്തിൽ 5 ലക്ഷം വീടുകൾ 7 ലക്ഷം വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്.
5 ലക്ഷം പേർക്ക് കേരളത്തിൽ വീടില്ല. ഞാൻ ഈ വേദനകളൊക്കെ എപ്പോഴും എല്ലാ സ്റ്റേജിലും പങ്കുവയ്ക്കും. അതുകൊണ്ട് ഒരു വർഷം അവസാനിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് നന്നാകാൻ, എങ്ങനെ നന്നാകുന്നു, കുറച്ചുകൂടെ ദൈവത്തെ പേടിക്കാൻ. ദൈവത്തെ പേടിച്ചാൽ മനുഷ്യനെ സ്നേഹിക്കും. ദൈവത്തെ പേടിച്ചതുകൊണ്ടാണ് ജോസാറ് പറഞ്ഞു ഇതിലെ 5 മണിക്ക് വരണം, കൽപ്പിക്കുകയാണ്. ദൈവത്തെ പേടിയായതുകൊണ്ട് ഇതിലേ കയറാതെ ഇന്ന് രാത്രി പോയി ഞാൻ കുർബാന എടുത്തിട്ട് ഒരർത്ഥവും ഇല്ലെന്ന് എനിക്കറിയാം. എൻ്റെ കുർബാന ഒരു സ്വർഗത്തിലും എത്തിക്കുകയില്ല നിങ്ങളെ കാണാതെ, നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാതെ പോയാൽ. അതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ നിങ്ങളെ നമിക്കുന്നു. നിങ്ങളാണ് യഥാർത്ഥമായ സുവിശേഷ വേല ചെയ്യുന്നവർ. വളരെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. 2023 എന്നുള്ള വർഷം സംഭവബഹുലമായ ഒരു വർഷമായിരുന്നു. ധാരാളം യുദ്ധങ്ങളും ജലപ്രളയങ്ങളും പ്രതിസന്ധികളും ധാരാളമുള്ള ഒരു വർഷം കടന്നുപോയി. ഇനി എത്രയെങ്കിലും മണിക്കൂറുകൾ, നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയുന്നു. അതിന് കാരണം ഇവിടെ ദൈവമുണ്ട്. ഞങ്ങളൊക്കെ ഇടവക വികാരിമാരും ശുശ്രൂഷകരുമാണ്. ഇന്നും രാത്രിയും നാളെ പ്രഭാതത്തിലുമൊക്കെ ധാരാളം കുർബാനകളും ശുശ്രൂഷയും ഞങ്ങൾ നിർവഹിക്കണം. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വരുന്ന കുറെ പേര് ഇന്ന് വരും. ഇന്നും വർഷാന്ത്യത്തിൽ പുതുവർഷത്തിൽ വരാറുണ്ട്. എന്നാൽ അവിടെ കിട്ടുന്ന ഒരു ആത്മീയ സന്തോഷത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സന്തോഷമാണ് ഇവിടെ ലഭിക്കുന്നത്. കാരണം ദൈവം വസിക്കുന്നത് ഏറ്റവും എളിമപ്പെട്ടവരോടും ദരിദ്രരോടും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരോടൊപ്പമാണ് ദൈവം വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം ഇവിടെയുണ്ട്. നിങ്ങളുടെ മധ്യ കടന്നു വരുമ്പോൾ ദൈവത്തോട് ഒപ്പം ഇരിക്കുന്ന ഒരു വലിയ ഒരു പ്രതീക്ഷയാണ് മനസ്സിലുള്ളത്. ദേവാലയത്തിൽ കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ ഉപരി ഒരു വർഷത്തിൽ 2023 വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമായിരിക്കും കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. 2023 വർഷത്തിലെ ഏറ്റവും വലിയ ഒരു ധന്യ നിമിഷമായി ഞാൻ ഇതിനെ കാണുന്നു. പ്രത്യേകിച്ച് ഇന്നലെയും നമുക്ക് ഇതുപോലെ ഒരു വലിയ പ്രോഗ്രാമുകളിൽ അഭിനന്ദ ബിഷപ്പുമാരോടൊപ്പവും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളോടൊപ്പം ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അഭിനന്ദനയോടൊപ്പമായിരുന്നു. അവിടെ നമുക്ക് അംബികയും യോനാഥാനും ഉണ്ടായിരുന്നു. അംബികയിൽ നിങ്ങൾക്കാർക്കും അറിയാം. അംബികയിലും യോനാഥാനൊക്കെ അവരെ ഗസ്റ്റായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് ഞങ്ങൾ സന്തോഷം പങ്കുവച്ചു. അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഈ ലഭിച്ച അവസരം ഒരു വലിയ ഭാഗ്യമായി കാണുകയും നമുക്ക് നടക്കുന്ന പ്രോഗ്രാം പുതുവത്സരാഘോഷം നവോദയം 2024 നവോദയം 2024 എന്ന് പറയുന്നത് നമ്മൾ ഇനി കുറച്ച് മണിക്കൂർ കൂടി കഴിയുമ്പോൾ പ്രവേശിക്കാൻ പോകുന്ന വർഷമാണ്. ആ വർഷം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാമായിരിക്കും. പക്ഷേ അതിലുപരിയായി കലൈപുരം ആശ്രയ സങ്കേതത്തിന് ഈ നാൾ വരെ ലഭിച്ചിട്ടില്ലാത്ത നന്മകൾ പ്രാപിക്കുന്നതിൽ വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ കലൈപുരത്തിന് സമീപവാസിയാണ്. അതുകൊണ്ട് തന്നെ ഈ കലൈപുരം ആശ്രയ എന്ന് പറയുന്ന ഈ ബൃഹത്തായ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കലൈപുരം ന്യൂസ് എന്ന മനുഷ്യസ്നേഹിയുടെ ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയുമാണ് ഈ സ്ഥാപനത്തിൻ്റെ കൈയുണ്ടാകുന്നത്. എത്രയോ ആയിരങ്ങളെയാണ് അദ്ദേഹം സുമനസ്സോടെ ഭക്ഷണം നൽകി, പാർപ്പിടം നൽകി, വസ്ത്രം നൽകി ഉള്ള പരിപാലിക്കും. ഇതൊരു അനാഥാലയമല്ല, ഒരു സനാഥാലയമാണ്.
ഇവിടെ എല്ലാവരും അനാഥരല്ല, എല്ലാവർക്കും ഇവിടെ രക്ഷകർത്താക്കളുണ്ട്, ഇവിടെ അമ്മയും അച്ഛനും. അപ്പോൾ ഒരിക്കലും ഇവിടെ ഇതൊരു അനാഥമന്ദിരമെന്ന് പറയാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു പുതുവത്സര ആശംസകൾ തരികയാണ്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കൂടുതലായി കേൾക്കാൻ താല്പര്യമൊക്കെ ഒരു പാട്ടൊക്കെ പാടുന്നതായിരിക്കാൻ തോന്നുന്നു. പാട്ട് കേൾക്കുന്ന ഇഷ്ടമല്ലേ? ആണല്ലോ. ശരി, ഞാനൊരു 4 ഒരു പാട്ട് പാടാം. ഈ നമുക്കൊക്കെ അറിയാം, നമ്മൾ പരസ്പരം സ്നേഹിക്കുക, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. പരസ്പരമായി നമ്മുടെ ബന്ധുമിത്രാക്കളെ സ്നേഹിക്കുക, നമ്മുടെ അശ്വമകളായ മനുഷ്യരെ സ്നേഹിക്കുക. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പാട്ട് നമുക്ക് പാട്ട്, ഒരു 4 വരി. ഇത് ONV കുറുപ്പ് സാറാണ് എഴുതിയത്. ഇതിന് സംഗീതം പകർന്നത് MB ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സംഗീതത്തിലാണ്. ഇതൊരു സിനിമാഗാനമാണ്, എങ്കിലും സ്നേഹത്തിൻ്റെ പാട്ടാണ്. അതുകൊണ്ടാണ് ഞാനത് പാടുന്നത്. മിഴികളിൽ നിറകതിരായി സ്നേഹം, മൊഴികളിൽ സംഗീതമായി, മൃദുകരസ്പർശനം പോലും മധുരമുറനുഭൂതിയായി, മധുരമുറനുഭൂതിയായി, മിഴികളിൽ നിറകതിരായി, ചിരികളിൽ മണിനാദമായി സ്നേഹം, അനുപദമൊരു പാദമായി, ചിരികളിൽ മണിനാദമായി സ്നേഹം, അനുപദമൊരു പാദമായി, കരളിൽ തുടിപ്പുകൾ പോലും ഇണക്കിളികൾ തൻ കുറുമൊഴിയായി, മിഴികളിൽ നിറകതിരായി സ്നേഹം, മൊഴികളിൽ സംഗീതമായി, മൃദുകരസ്പർശനം പോലും മധുരമുറനുഭൂതിയായി, മധുരമുറനുഭൂതിയായി. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാതങ്ങളും, ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാതങ്ങളും, നാദാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാദാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ,
പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ചന്ദനപ്പട്ടിന്റെ പെണ്ണെ മട്ടക്കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില പെണ്ണെ ചന്ദനക്കുറയിലേ. ആശുപത്രി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ട് മനസ്സത് പിന്നരഞ്ഞേ ഇണക്കിളിയേ. ആശുപത്രി പെണ്ണെ കാണണമെന്നുണ്ട് രണ്ട് മനസ്സത് പിന്നരഞ്ഞേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ മട്ടക്കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില പെണ്ണെ ചന്ദനക്കുറയിലേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ മട്ടക്കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില പെണ്ണെ ചന്ദനക്കുറയിലേ. നിന്നെ ഉറക്കാനായി പെണ്ണെ ചന്ദനക്കൊട്ടിലുണ്ട്, നിന്നെ കിടത്തി താഴത്ത് പാടി നിന്നെ ഉറക്കാനായി പെണ്ണെ ചന്ദനക്കൊട്ടിലുണ്ട്, നിന്നെ കിടത്തി താഴത്ത് പാടി നിന്നെ ഉറക്കാനായി. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില പെണ്ണെ ചന്ദനക്കുറയിലേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില പെണ്ണെ ചന്ദനക്കുറയിലേ. ഈ ആഘോഷ പരിപാടി ഒരു വൻ വിജയമായിരുന്നു, ഒരു തന്നെ മുഹൂർത്തമായിരുന്നു. ഇവിടെ സംസാരിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ക്രിസ്മസിനെ കുറിച്ചും 2023 വർഷങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ സവിസ്തരം പ്രസ്താവിക്കുകയുണ്ടായി. ഒരു വർഷം നമ്മെ വിട്ടുപോവുകയാണ്. ഇവിടെ സന്നിധിയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തർ ഓരോ പ്രായത്തിലും ഓരോ കാലഘട്ടത്തിലും ജനിച്ചവരൊക്കെയാണ്. നമ്മോടൊപ്പം ജനിച്ച പലരും, മുൻപും പിമ്പും ജനിച്ച പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. എങ്കിലും സർവശക്തനായ ദൈവം നമ്മെ മരണത്തിൽ നിന്നും ഒക്കെ വിടുവിച്ച് ഇത്രത്തോളം ആയുസ്സോടെ ഇരുപ്പാൻ സഹായിച്ചു. സർവശക്തനായ ദൈവത്തിന് നമുക്ക് ആദ്യമായി നന്ദി പറയാം. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും പല കുടുംബങ്ങളിലൊക്കെ ജനിച്ച അച്ഛനമ്മമാർക്ക് കലയപുരം ആശ്രയ സങ്കേതം ഒരു തുണയാകുവാൻ, ഒരു ആശ്രയം ആകുവാൻ തക്കോണം ഇടയായി. അതിനെ ചുക്കാൻ പിടിക്കുന്ന ജോസാറും അമ്മാമയും കുടുംബമൊക്കെ അവരും അവരുടെ സൽപ്രവർത്തി, അവരുടെ പുണ്യപ്രവർത്തികളൊക്കെ ദൈവം കാണുന്നുണ്ട്. ഒരു കുടുംബമായി മക്കളെയും അമ്മായും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്.